അമലുകൾ രണ്ട് തരമാണ്. ഒന്ന്, ആ അമലുകൾക്ക് ചെയ്തതിന് ശേഷം നീ ആ അമലുകളെ മേൽ ഒരു പണിയും ചെയ്യാത്തത്, പിന്നെ നീ മറന്നു കളയുന്നത്. രണ്ട്, നീ അമൽ ചെയ്തതിന് ശേഷം നീ മറന്നു കളയുന്നത്. ഒന്ന് അമലുകൾക്ക് ശേഷം നിനക്ക് അതിൻ്റെ മേൽ പണിയുള്ളത്, നീ അത് മറക്കാത്തത്. അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ മേൽ പണിയുള്ളത്, അള്ളാഹുവിന് അതിൻ്റെ മേൽ പണി ഇല്ലാത്തത്. രണ്ടാമത്തെ അമൽ, നീ അമൽ ചെയ്തതിന് ശേഷം നീ അതിൻ്റെ മേൽ ഒരു പണിയും ചെയ്യാത്തത്, അള്ളാഹുവിന് അതിൻ്റെ മേൽ പണിയുള്ളത്. അങ്ങനെ രണ്ട് തരം അമലാണ്. അത് മനസ്സിലാക്കിയാൽ അമലിനെ നമുക്ക് കൃത്യാക്കാൻ കഴിയും. അത് അകത്തും പെട്ടിക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ അമലൊന്നിങ്ങനെ കൃത്യാക്കുക, നല്ലോണം ചിന്തിക്കണം. അമൽ നമ്മളെല്ലാവരും ചെയ്യും, എന്നിട്ട് ആ അമലിനെ നമ്മൾ തന്നെ നശിപ്പിക്കും. ആ നശിപ്പിക്കുന്ന വിവരം നമ്മളോട്ട് അറിയുകയും ഇല്ല. വളരെ ചിന്തിക്കണം. നീ അതിന്മേൽ പണിയെടുത്തോ, അള്ളാഹു അതിന്മേൽ പണിയെടുക്കൂല. ഈ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഈ അമലും നീയും തമ്മിൽ സിറായി നീയും അള്ളാഹും തമ്മിൽ ഈ അമലിന്റെ കാര്യത്തിൽ പണിയെടുക്കാം. അത് ഈ പാർട്ടിയിൽ പെടൂല. നിനക്ക് പണിയുണ്ടാവും, അത് അള്ളാഹുവിനോടായി. രണ്ട്, ആ അമലിന്റെ മേൽ നീ പണിയെടുക്കൂല, അള്ളാഹുവിന്റെ മുന്നിൽ പണിയെടുത്തേക്കാം, വേറെ പണിയൊന്നും എടുക്കൂല. അപ്പോൾ അള്ളാഹു അതിന്റെ മേൽ പണിയെടുക്കും. അതാണ് നിന്റെ അമൽ. ആദ്യം പറഞ്ഞ നിന്റെ അമലല്ല, അത് ജനങ്ങളുടെ അമലാണ്. നിന്റെ അമൽ നിന്നിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, നിന്റെ അമൽ നിന്നിൽ നിന്ന് ജനങ്ങൾ അറിയുമ്പോൾ അള്ളാഹു അതൊഴിവാക്കും. പിന്നെ അള്ളാഹുവിന് അതിന്റെ മേൽ ഒരു പണിയും ഉണ്ടാവില്ല. ഇനി ഈ അമലിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അമൽ ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളിൽ നിന്ന് നിന്നിലേക്ക് എത്തും. പറഞ്ഞല്ലോ, മനസ്സിലാക്കണം. ഒന്ന്, മഖ്ബൂൽ മുതൽ തുടങ്ങാം. ഒന്ന്, നീ ആ അമൽ ചെയ്തതിന് ശേഷം നീയും അള്ളാഹും തമ്മിൽ കബൂലിയത്തിന്റെ എരക്കൽ നടന്നു എന്നല്ലാതെ നീ ആ അമലിന്റെ മേൽ പണിയെടുക്കുകയേയില്ല. അപ്പോൾ അള്ളാഹു അതിന്റെ മേൽ പണിയെടുക്കും. ഒന്നുകൂടി വിശദീകരിച്ചാൽ, നിന്നിൽ നിന്ന് ആ അമൽ ജനങ്ങളിലേക്ക് എത്തില്ല. അപ്പോൾ ഒരു കാലത്ത് ജനങ്ങളിൽ നിന്ന് ആ അമൽ നിന്നിലേക്ക് എത്തും. അതത് കബൂലിയത്തിന്റെ ലക്ഷണവുമാണ്. രണ്ട്, മോശപ്പെട്ട അമൽ പറയാം, നിന്റെ പണി അതിന്റെ മേൽ നടന്നുകൊണ്ടേയിരിക്കും. ആരോടല്ല? അള്ളാഹുവോടല്ല, ജനങ്ങളിലേക്ക് നിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു അതിന്റെ മേൽ പണിയെടുക്കുകയേയില്ല. അത് മഖ്ബൂലായ അമലും അല്ല. നീ 1000 സ്വലാത്ത് ചെല്ലുന്നു എന്ന് സങ്കല്പിക്കുക. ഇത് പറയാൻ ഞാൻ വിചാരിച്ചത് കുറേ ആയി, ഇതൊന്ന് പറയണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി. ഞാനും നിങ്ങളും വ്യത്യാസമില്ലാതെ വഞ്ചിതരാകുന്നൊരു വിഷയമാണ് ഈ പറയുന്നത്. നമുക്ക് വഞ്ചിതരാ. നീ ഒരു 1000 സ്വലാത്ത് ചെല്ലുന്നു സങ്കല്പിക്കുക. അത് പിന്നെ നിന്റെ വായിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് അള്ളാഹുവിലെത്തൂല. അത് നിനക്ക് നഷ്ടമലാണ്. നീ പണിയെടുത്തു ആ അമലിന്മേൽ. നീ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെങ്കിലും ജനങ്ങളിലേക്ക് ഈ 1000 സ്വലാത്തിനെ എത്തിക്കാൻ ശ്രമിച്ചു. അത് നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പിശാച് പ്രവേശിച്ചതാണ്. ആ പിശാച് നിന്നെ ചതിക്കുകയും ചെയ്യും. അത് ചതിയ, പിശാചിന്റെ ചതിയ. ഒരു അമൽ നിന്റേതാകണമെങ്കിൽ നീ അതിന്മേൽ പിന്നെ പണിയെടുക്കുക ചെയ്യും. നിസ്യാനുൽ ഹസനാത്തിൽ മാളിയ മിൻ അലാമത്തി സാഅദ. ഒരു മനുഷ്യന്റെ വിജയലക്ഷണം അയാളുടെ നന്മകൾ മറന്നു കളയലാണ്. ഒരു മനുഷ്യന്റെ നന്മകളെ അയാൾ മറക്കൽ അയാളുടെ വിജയത്തിന്റെ ലക്ഷണമാണ്. അയാളുടെ ചീത്തകളെ അയാൾ ഓർമ്മിക്കലും അയാളുടെ നന്മയുടെ ലക്ഷണമാണ്.
ഒരാൾ ചെയ്ത നന്മകളെ മറക്കുക, അത് അയാളുടെ നന്മയുടെ ലക്ഷണം. ചെയ്ത ചീത്തകളെ മറക്കാതിരിക്കുക, അതും അയാളുടെ നന്മയുടെ ലക്ഷണം. ദുന്യവി കാര്യത്തിൽ അവന്റെ താഴെയുള്ളവരിലേക്ക് നോക്കി പഠിക്കുക, അത് അവന്റെ നന്മയുടെ ലക്ഷണമാണ്. അമലിന്റെയും ആഖിറത്തിന്റെയും കാര്യത്തിൽ അവന്റെ മുകളിലേക്കുള്ളവരിലേക്ക് നോക്കി പഠിക്കുക, അതും അവന്റെ നന്മയുടെ ലക്ഷണമാണ്. മനസ്സിലായില്ല? അലാമത്തു സഅദത്തി അർബഅ, ഒരു മനുഷ്യന്റെ വിജയ ലക്ഷണങ്ങൾ 4 എണ്ണമാണ്. ഒന്ന്, നിസ്യാനുൽ ഹസനാത്തിൽ മാദിയ, കഴിഞ്ഞ നന്മകളെല്ലാം മറന്നുപോയി. ഒരു നന്മ ചെയ്തിട്ടില്ലാത്തവനെ പോലെയാണോ ഇരിക്കുക? എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഒന്നും ചെയ്തില്ലല്ലോ. കഴിഞ്ഞു പോയ ചീത്തകളെല്ലാം ഓർമ്മിക്കുക, അതും രണ്ടാമത്തെ നന്മയുടെ ലക്ഷണം, വിജയത്തിന്റെ ലക്ഷണം. അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിയായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിന്റെ കാര്യത്തിൽ അവനേക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കുക, എന്നിട്ട് ശുക്ർ ചെയ്യുക. റബ്ബേ, നീ എനിക്ക് എന്തൊക്കെയാ തന്നെ, നീ എന്നെ എവിടെയാ എത്തിച്ച്. അപ്പോൾ ഷാക്കിറാവും. അവന്റെ താഴെയുള്ളവനിലേക്ക് നോക്കിയാൽ അവൻ ഷാക്കിറാവും. അല്ലാഹു, നീ എനിക്ക് എന്തൊക്കെയാ തന്നത്. രാവും പകരം സുജൂദിൽ കിടന്നാലും നന്ദി തീരാത്തത്ര നീ നന്മ ചെയ്തതല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് അപ്പോൾ ഷാക്കിറാവും. ദീൻ കാര്യത്തിൽ അവന്റെ മുകളിലുള്ളവനിലേക്ക് നോക്കുക. അതായത് അയാളെ പോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ആക്കിയില്ലല്ലോ, എന്തെൻ്റെ കയ്യിലുള്ളത്, ഞാൻ ഒന്നാം പരാജയപ്പെടൂലേ. ദുന്യവി കാര്യത്തിൽ താഴെയിലേക്ക് നോക്കി പഠിക്കാം, ഉഖ്റവി കാര്യത്തിൽ മുകളിലേക്ക് നോക്കി പഠിക്കുക. കഴിഞ്ഞ നന്മകളെ മറക്കുക, കഴിഞ്ഞ ചീത്തകളെ മറക്കാതിരിക്കുക. ഇതൊരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഗുണത്തിന്റെ 4 ലക്ഷണങ്ങളാണ്. അതുള്ളവൻ സഈദായിരിക്കും. اللهم اجعلنا منهم 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 آمين 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 يا رب العالمين. നമ്മൾ ചെയ്ത ഒരു നന്മയും നമ്മളിലൂടെ ജനമറിയരുത്. അപ്പോൾ അത് റബ്ബ് ഏറ്റെടുക്കൂല. റബ്ബ് ഏറ്റെടുത്താൽ അത് പിന്നെ അതിനൊരു റബ്ബ് ഏറ്റെടുത്താലോ അതിന് സുഗന്ധം ഉണ്ടാവും. റബ്ബ് ഏറ്റെടുത്ത സുഗന്ധം ഉണ്ടാവും. റബ്ബൊരു കാര്യം ഏറ്റെടുത്താൽ അതിനൊരു സുഗന്ധം ഉണ്ടാവും. എന്താ സുഗന്ധം? അത് വേറൊരാളിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് നീ കേൾക്കും. 1000 സ്വലാത്ത് ദിവസം ചെല്ലുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അതൊന്നും മറച്ചക്കണ്ട, ഒക്കെ നമ്മളറിയും. ഇതാ ഓഫീസ് ഇങ്ങോട്ട് കയറിയതാ, നീ ഒരാളോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ദുന്യാവിൻ്റെ ആൾക്ക് ജനങ്ങളിലോട് പറഞ്ഞിട്ടുണ്ടാവുന്ന വഷളത്തരം, ഒരു വഷളത്തര ഓൻ്റെ അമലോ എന്നോട് പറയാ. അപ്പോൾ നീ അത് നിന്റെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാണ്. അതേ സമയത്ത് അല്ലാഹു അത് സ്വീകരിച്ചാൽ അത് ജനങ്ങളിൽ നിന്ന് നീ കേട്ടിട്ട് നീ സന്തോഷിക്കും. അത് ദീനാണെന്നും മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചെയ്ത കാര്യം അയാൾ ആരോടും പറഞ്ഞില്ല, ജനങ്ങളിൽ നിന്ന് അയാൾ കേട്ടപ്പോൾ സന്തോഷം തോന്നി. അത് തെറ്റാണോ എന്ന് ചോദിച്ചു മുത്തനബിയോട്. അപ്പോൾ പറഞ്ഞല്ലോ 2 കൂലിയാ. 1 സന്തോഷത്തിന്റെ കൂലി, 2 അമലിന്റെ കൂലി. ഒരു സന്തോഷം കിട്ടിയാൽ. മനസ്സിലായില്ലേ? നമുക്കതറിയും. ദിവസം 10 ജുസ് ഓതുന്നില്ലേ? അങ്ങനെ പറയാനൊന്നും പറ്റൂല. അതൊക്കെ മറച്ചു വെച്ചിട്ട് കാര്യമല്ലേ, നമ്മക്കറിയും, ജനങ്ങൾ ഇങ്ങോട്ട് പറയും. മനസ്സിലായില്ലേ? അതെന്തേ? അത് അള്ളാഹിന്റെ ഓഫീസിൽ നിന്ന് ഈ വ്യക്തിയുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ട് കൊടുത്തതാ. ഓനെ ബഹുമാനിച്ചാലേ ഓ വലിയ ആളാ. അവിടുന്ന് ഇങ്ങോട്ട് വരണം, ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയും ചെയ്യരുത്, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അള്ളാഹ് എൻ്റെ ഖുർആൻ കുറച്ചൊക്കെ ഓതുന്നുണ്ട്, ഈശോ കബൂലാക്കണം. എൻ്റെ അക്ഷരങ്ങളൊക്കെ തെറ്റാ, എനിക്ക് നേരെ കഴിയൂല, ഞാൻ പാപിയാണ്, വിവരമില്ല, നേരെയാക്കണം റബ്ബേ. മനസ്സിലായില്ലേ? حسبي ربي جل الله ما في قلبي غير الله إله إلا الله حسبي وركي എല്ലാവരും ഉറക്കെ حسبي ربي جل الله ما في قلبي غير الله
നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അങ്ങനെ നിന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വളർന്ന് തകയുറാക്കി കളാം. നീ 1000 സ്വലാത്ത് ചെല്ലുന്നത് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തകയുറാക്കുക. എങ്ങനെ വളരെ തകയുറാക്കൽ? ഇന്ന് മുതൽ 1500 ചെല്ലുക, ആരും അറിയാതിരിക്കുക. അപ്പോൾ വളരെ മാറ്റി. ഇന്ന് മുതൽ 1 ജുസ് ഓതുന്നതാണ് ജനങ്ങളോട് പറഞ്ഞതെങ്കിൽ, നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നമസ്കരിച്ച് 1 ജുസ് ഓതലാണ് ജനങ്ങളോട് പറഞ്ഞതെങ്കിൽ അത് 2 ജുസാക്കുക. ജനങ്ങൾ അറിയാൻ വേണ്ട, ഭാര്യ പോലും അറിയണ്ട. വന്നാസുനിയാം വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ റസൂൽ പറഞ്ഞു. നട്ടപ്പാതിര എണീറ്റിട്ടവൻ അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്തു. വന്നാസുനിയാം എന്ന് പുണ്യ റസൂൽ മുസ്തഫ മദീനയിൽ വന്ന ആദ്യത്തെ റസൂലുള്ളാഹിന്റെ പ്രസംഗമാണ്. പറയട്ടെ, അല്ലാഹു തആല പരലോകം ഒരുക്കി വെച്ചത് 4 ഗുണമുള്ളവർക്കാണെന്ന് പുണ്യ റസൂൽ. ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام വഅത്അമ الطعام വസല്ല ബില്ലൈലി വന്നാസു നിയാം. റസൂലുള്ളാഹിന്റെ കന്നി പ്രസംഗമാണ്. റസൂലുള്ളാഹിന്റെ മദീനയിലെ ആദ്യത്തെ പ്രസംഗം. മറക്കരുത് 4 കാര്യം. ആളുകൾ ഒട്ടകത്തിന്റെ ചുറ്റും കൂടിയപ്പോൾ റസൂലുള്ളാഹി ഒരു പ്രസംഗം നടത്തി. ആർക്കാണ് അല്ലാഹു തആല പരലോകം ഒരുക്കി വെച്ചത്? 4 ഗുണമുള്ളവർക്കാണ്. ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام വഅത്അമ الطعام വസല്ല ബില്ലൈലി വന്നാസു നിയാം. ലിമൻ അലാനൽ കലാമ, മാർദ്ദവമായി സംസാരിക്കുന്നവർ, മുഅ്മിനീങ്ങളോട് മാർദ്ദവമായിട്ട് വർത്തമാനം പറയുള്ളൂ. ലിമൻ അലാനൽ കലാമ, അല്ലാത്തവരോട്. പിന്നെ ദേഷ്യപ്പെടേണ്ടവരോട് ദേഷ്യപ്പെടണം. അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. മുഅ്മിനോട് ദേഷ്യപ്പെടാനേ പറ്റൂല. മുഅ്മിനല്ലാത്തവരോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. മോശത്തരത്തിൽ ചിലപ്പോൾ കട്ടി കൂട്ടി പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام, സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. വഅത്അമ الطعام, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണത്തിന് നിർത്തരുത്. കൊടുക്കന്നെ. എന്നും നിന്റെ അധ്വാനത്തിന് ഒരാൾ തിന്നണം. വസല്ല ബില്ലൈലി, രാത്രിയിൽ അവൻ നിസ്കരിക്കും. വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ. എൻ്റെ പെണ്ണുങ്ങളും പോലും ഉറങ്ങാണ്. ഇജ്ജ് നിസ്കരിക്കും. ആയിഷ ബി ഉറങ്ങും, മുത്തനബി നിസ്കരിക്കും. ഹഫ്സ ബീവി ഉറങ്ങും, മുത്തനബി നിസ്കരിക്കും. സൈനബ ബീവി ഉറങ്ങും, മുത്തനബി നിസ്കരിക്കും. സുജൂദ് കിടന്ന് കരയും. ഒരിക്കൽ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി കരയുന്നത് കേട്ട് ഉണർന്നു. പിന്നെ കരച്ചിൽ നിന്നു. അപ്പോൾ ഖശീതു അൻ ഉഖ്ബിള, നബി മരിച്ചുപോയോ സുജൂദിൽ എന്ന് ഞാൻ പേടിച്ചു. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ തറയാകെ നനവ, കണ്ണുനീരാ. കരയുന്നത് നോക്കണം. ആരായി കരയുന്നത്? നിന്റെ പെണ്ണുങ്ങൾ പറയണ്ട. പെണ്ണുങ്ങൾ പറഞ്ഞാൽ അയൽവാസി പെണ്ണിനോട് പറയും. മുപ്പത് നട്ടപ്പാതിരക്ക് ഭയങ്കര ഇബാദത്ത്. ആരോട് പറയണ്ട, ഓളറിയണ്ട. 4 കാര്യമുള്ളവർക്കാണ് അല്ലാഹു പരലോകം ഒരുക്കി വെച്ചത്. പറയും. ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام വഅത്അമ الطعام വസല്ല ബില്ലൈലി വന്നാസു നിയാം. പറയും. വാക്കന്നോട് പറയും. ലിമൻ അലാനൽ അലാന ലയ്യനാക്കി. ലിമൻ അലാനൽ കലാമ,
വഅഫ്ശ السلام വഅത്അമ الطعام വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ഈ ഹദീസിന്റെ പ്രത്യേകത എന്താ? പറ. ഈ ഹദീസിന്റെ പ്രത്യേകത എന്താ? മദീനയിലെ ആദ്യത്തെ പ്രസംഗം, അവ്വലു ഖുത്ബത്തിൻ നബിയിൽ മുസ്തഫ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഹബീബ് ആദ്യം പ്രസംഗിച്ചത് ഈ 4 വാക്കാണ്. മദീനയിൽ പുണ്യ റസൂൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിന്റെ നടുവിൽ അതിങ്ങനെ പെയ്തിറങ്ങിയ മഴ പോലെ, മനോഹരമായ മഴ പെയ്തിറങ്ങിയ ശബ്ദഘോഷത്തിന്റെ താഴെ പുണ്യ റസൂൽ പ്രസംഗിച്ച പ്രസംഗമാണിത്. എന്തുകൊണ്ട് ശബ്ദമുഖരിതമായി? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബാ ശുക്റുഹു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുത്വാഇ ജിഅത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ യാ നബി യാ ഹബീബ് ലോകചരിത്രം കണ്ട അത്ഭുതകരമായ വരവേൽപ്പ്, അതിന് സമാനമായ ഒരു വരവേൽപ്പ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ വരവേൽപ്പിനുടനെ റസൂൽ പ്രസംഗിക്കാം 4 വാക്ക് മറക്കുക ചെയ്യരുത്. അല്ലാഹു തആല പരലോകം ഒരുക്കി വെച്ചിട്ടുള്ളത് 4 ഗുണമുള്ളവർക്കാണ്. ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام വഅത്അമ الطعام വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ഒന്നുകൂടെ, ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام വഅത്അമ الطعام വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ലിമൻ അലാനൽ കലാമ വഅഫ്ശ السلام വഅത്അമ الطعام വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ഒന്നുകൂടി, ലിമൻ ആർക്കെല്ലാമാണ് അള്ളാഹു പരലോകം ഒരുക്കി വെച്ചത്? ലിമൻ ഒരാൾക്കാണ്. അലാനൽ കലാമ വാക്കിനെ മയപ്പെടുത്തി, വഅഫ്ശ السلام എല്ലാവരോടും സലാം പറയുകയും ചെയ്തു, വഅത്അമ الطعام കണ്ടവർക്കൊക്കെ തിന്നാൻ കൊടുത്തു. അതിൽ പട്ടിയാണെങ്കിൽ പോലും പട്ടിക്കും കൊടുത്തു. അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു ഉറുമ്പിന് കൊടുത്തു, പട്ടി കുടുക്കന്നെ. മനസ്സിലായില്ലേ? ചിന്തിക്കാം. കുടുക്കന്നെ. രാത്രിയിൽ അവൻ നിസ്കരിക്കും. വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ. അവന്റെ പരിസരം മുഴുവൻ ഉറങ്ങും. അവൻ നിസ്കരിക്കും. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, خذ بيدي قلت حيلتي أدركني يا رسول الله، الصلاة والسلام عليك يا رحمة للعالمين، خذ بيدي قلت حيلتي أدركني يا رسول الله، السلام عليكم يا عباد الله، السلام عليكم يا عباد الله، السلام عليكم يا عباد الله. എന്താ പറഞ്ഞത്? നീ ആളുകൾ ഉറങ്ങുമ്പോൾ നീ നിസ്കരിക്കുക എന്നതുകൊണ്ടാണ് ഈ ഹദീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്തിനാണ് ജനങ്ങൾ ഉറങ്ങവേ എന്ന് പറയാൻ കാരണം? നിന്റെ അമൽ ആരും അറിയണ്ട. നിസ്കരിക്കാൻ പോകുമ്പോൾ ജനങ്ങളെ വിളിച്ചു വേണം. അങ്ങോട്ട് തലോചിച്ച് പോരണില്ലേ? ഫർള് ജനങ്ങളോട് കഴിഞ്ഞ കൊല്ലം പിന്നെ എന്താ പറയാ, കഴിഞ്ഞ കൊല്ലം റമളാൻ 25-നാണല്ലോ കച്ചവടം തുടങ്ങിയത്. സക്കാത്ത് കൊടുത്തില്ലേ? എൻ്റെ കച്ചവടം മിന്നാന്നിരുന്നു, ഞാൻ കൊടുത്തു. എന്തുകൊണ്ട്? ഫർളാണ്, നാട്ടുകാരറിയണം. സദക്ക ആരും അറിയണ്ട, സക്കാത്ത് എല്ലാവരും അറിയണം. മറ്റവൻ്റെ പീടിയെ പോയി, കാരണം എൻ്റെ കാൽക്കുലേറ്റർ 2 മണിക്കൂർ കടന്നു തരും. എൻ്റെ കാൽക്കുലേറ്റർ, എൻ്റെ അവിടെ കാൽക്കുലേറ്റർ ഇല്ലേ? ഉണ്ടായല്ല, ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ അക്കൗണ്ടിനെ വിളിച്ചിട്ടുണ്ട്, മൊത്തം ഇന്ന് കണക്കെടുക്കാണ്, സക്കാത്ത് കൊടുക്കണം. കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടല്ല, സക്കാത്ത് കൊടുക്കണം എന്ന് ബോധം ഉണ്ടാക്കുക. മനസ്സിലായില്ല? പറഞ്ഞത് മനസ്സിലായോ? ഇതെന്തല്ല, സദക്കയില്ല, ഇതെന്താണ്? സക്കാത്താണ്. അതോ ഒറ്റ അവകാശമല്ലേ? ആ കാൽക്കുലേറ്റർ ഒന്ന് എടുക്ക്.
ഇവിടെ ആവശ്യമുണ്ട്. അല്ല, വലിയ കച്ചവട പണിക്കാർ വലിയ കസ്റ്റമർ വരുന്നതിന് മുമ്പ് 2 മണിക്കൂർ ഇപ്പം തരാം. എന്താ നിനക്ക് ഇത്ര വലിയ അത്യാവശ്യം? എൻ്റെ കാൽക്കുലേറ്റർ കേടായോ? ഇല്ല, എൻ്റെ കാൽക്കുലേറ്റർ കേടില്ല. എൻ്റെ അവിടെ 3 ഉണ്ട്. പക്ഷേ അവിടെ അക്കൗണ്ടന്റും മറ്റ് പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണക്കെടുക്കാൻ പോകും. എന്തേ പുതിയ കണക്ക് ബുക്കുണ്ടോ? ഇല്ല, ഞാൻ സക്കാത്ത് കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം പണിയോ കച്ചവടം തുടങ്ങി. അപ്പം ഇന്നലത്തോടു കൂടെ സക്കാത്ത് വെച്ചു ഇന്നിപ്പോൾ കണക്കെടുക്കും. മനസ്സിലായില്ലേ? എൻ്റെ കണക്ക് കാൽക്കുലേറ്റർ വാങ്ങിക്കൊടുന്നിട്ട് മേശൻ്റെ അടിയിൽ വെച്ചാൽ മതി 2 മണിക്കൂർ. ഓൻ്റെ ഇവിടെ ആവശ്യമില്ല. എന്ത് ഒരു ബോധം കൊടുക്കുക. മനസ്സിലായില്ലേ? ഫർള് നാട്ടുകാരോട് പറഞ്ഞു കഴിയണം. എന്തേ ബാങ്ക് കൊടുത്തല്ലോ ഒഞ്ചൻ്റെ വരാത്ത്? അതേ സമയത്ത് നീ രാത്രി നിസ്കരിക്കുമ്പോൾ ജനങ്ങൾ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഷർത്താണെന്നല്ല, നിന്റെ മനസ്സിൽ നീ ചിലപ്പോൾ അവരൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ നീ അവര് ഉറങ്ങിയതായി കണക്കാക്കണം. ജോലി നോക്കണേരുത്. അങ്ങനെയുണ്ടല്ലോ. OV വിജയന് ഘോഷയാത്രയിൽ തന്നെ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് ആണ് എന്നെ 1988 ഞാൻ പുസ്തകം വാങ്ങുന്നത്. അതിൻ്റെ പുസ്തകത്തിൻ്റെ ഹെഡിങ് സ്വാധീനിച്ച് വാങ്ങിയത് ഘോഷയാത്രയിൽ തനിയെ. 88 ആ പുസ്തകം വായിക്കുന്നത്. അതിൻ്റെ കാരണം ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് എന്നെ സ്വാധീനിച്ചു. ഘോഷയാത്രയിൽ തനിയെ. ഘോഷയാത്രയിൽ ഒരാൾക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല, പക്ഷെ ഒറ്റക്ക് നിന്നു ഘോഷയാത്രയിൽ തനിയെ എന്നതൊരു എന്താ പറയുക, അതൊരു വൈരുദ്ധ്യതയുടെ ചർച്ചയാണ്. വൈരുദ്ധ്യതയുടെ ചർച്ച. യൂസഫ് അലി കേച്ചേരിക്ക് ഓടക്കൊല അവാർഡ് കിട്ടിയത് വൈരുദ്ധ്യതയുടെ ചർച്ചയുള്ള ഒരു കവിതക്ക. വൈരുദ്ധ്യതയുടെ ചർച്ച. ഈ വൈരുദ്ധ്യതയുടെ ചർച്ച നിനക്ക് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാം. എങ്ങനെ? പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണർന്നിട്ടുണ്ട്, എന്നാലും നീ അവരുടെ ഇടയിൽ അവരില്ലാത്ത പോലെ ആവുക. അവരൊന്നും ചെറിയണേയില്ല. പിന്നെ അവിടെ നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഉണർന്നു, അവർ നിസ്കരിക്കുകയാണ്, അല്ലെ അവർ ഉണർന്നു, അവർ നിസ്കരിക്കണില്ല, ഒന്നും നിന്റെ വിഷയമല്ല. ഇനി നീ എന്ത് ചെയ്യണം? നീ നിന്നിലേക്ക് മടങ്ങണം. നിനക്കും നീയും നിന്റെ റബ്ബ് മാത്രം. അപ്പൊ ഇവിടെ നീ ചെയ്യുന്ന അമൽ ഒരിക്കലും നിന്നിലൂടെ ജനങ്ങൾ അറിയരുത്, ഒരിക്കലും അറിയരുത്. അപ്പൊ അത് അല്ലാഹുവിന്റെ പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിനക്കങ്ങനെ ഒരു അമൽ ചെയ്യാൻ കഴിഞ്ഞത്. അത് ആരോടോട്ട് പറഞ്ഞിട്ടുമില്ല. حسبي ربي جل الله ما في قلبي غير الله لا إله إلا الله 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 عليه توكلوا. ആരോടും പറഞ്ഞിട്ടില്ല, ഓരും അറിയില്ല. പിന്നെ ആളറിഞ്ഞത് ആരറിഞ്ഞു, അത് നിന്റെ ഉത്തരവാദിത്തത്തിലല്ല. ആളറിയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് ചില വിഷയം വെച്ച് തവസ്സുലാക്കാൻ പറ്റിയ വിഷയം പറഞ്ഞുതരാം. എന്ത്? ഈ ലോകത്ത് ഒരാളും അറിയാത്തൊരു സ്വതക്ക നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് വെച്ച് തവസ്സുലാക്കാം. അതൊരു 10 ഉറുപ്പിയാണെങ്കിലും അതും അള്ളാഹു തആല പണിയുണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇങ്ങോട്ട് നോക്ക്. എങ്ങനെ നിന്റെ അയൽവാസി, ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അങ്ങനത്തെ 100 ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാക്കാം. നിന്റെ അയൽവാസി താറാട്ടു പോലെ ഉണ്ടാക്കാൻ കഴിയണില്ല. വജി ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, മനസ്സിലായില്ലേ? ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു പൈസ ഉണ്ടാക്കിക്കൊണ്ടു നിന്റെ താക്കത്തനുസരിച്ച്, ചിലപ്പോൾ 1 ലക്ഷമോ, ചിലപ്പോൾ 50,000, ചിലപ്പോൾ 10 ലക്ഷമോ. എന്നിട്ട് പറയാ, എന്ത്? എൻ്റെ മാലിക്ക് പേരുണ്ടാക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോളാന്ന് പറഞ്ഞാണ്ട് ഒരു പൈസ നീന് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെതല്ല, മാലിക്ക് തന്നേൽപ്പിച്ച ഓൻ്റെ വല്ലതും എൻ്റെ നീയത്തിലും ആയിരിക്കും, അതുകൊണ്ട് ഞാൻ എനിക്കത് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഓനോട് കൊടുക്കുക. അതൊരു വകുപ്പാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇഞ്ചി പറഞ്ഞതിൽ തെറ്റുമില്ല. എൻ്റെ മാലിക്ക് തന്നതാണ്. അതിൽ നിനക്കൊന്നുമില്ല. ഏതെങ്കിലും കാലത്ത് ഇജും അവനും തമ്മിൽ തെറ്റിയാൽ വരെ ഓൻ എന്താ പറയാ? എൻ്റെ അറബിൻ്റെ പൈസയല്ലേ, അതിനിപ്പോൾ ഞാൻ എനിക്ക് മുമ്പ് ഉണ്ടാവിച്ചുണ്ടോ? എൻ്റെ പൈസ തന്നെയാണ് ജന്മ, എൻ്റെ മാലിക്ക് എന്നല്ലേ.
മനസ്സിലാണ്ട് പറഞ്ഞത്? ഇതൊരു പള്ളിയാറ്റി കൊടുക്കുക. ഈ പള്ളിയാറ്റി വരുമ്പോൾ പറയാം ഒരാളൊരു പൈസ തരാന്ന് പറഞ്ഞതിന് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് നമുക്ക് പള്ളിക്ക് മതിയാവുന്ന ഒരു പൈസ അയാൾക്ക് പള്ളിയാറ്റണം ഉദ്ദേശമുണ്ട്. ഒരാളതാണ്, അയാളത് ആരും അറിയാതെ ചെയ്യണമെന്ന് ഉദ്ദേശമാണ്. അങ്ങനെ ആ പള്ളീൻ്റെ പൈസ ഒക്കെ വെച്ച് കൊടുക്കുക. മനസ്സിലാണ്ട് പറഞ്ഞ ജനങ്ങൾ എന്താ പറയുക, ഓനെ അറിയുന്ന ഏതോ ഒരാൾ കൊടുത്തയച്ച പൈസയാണ് എന്ന് പറയും. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പേര് എന്നെ മയലിൽ നിന്ന് പുറത്താക്കിയാലും അവർക്ക് മടി ഉണ്ടാവില്ല. എന്താ അതിപ്പോൾ എന്താ ഓനോ അറബി കൊടുത്തോ? ജന്യാണ് അറബി. എനിക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നിനക്കൊരു പ്രശംസ ഉണ്ടാവില്ല. അവിടെ ആ സദക്ക വെച്ച് എനിക്ക് റബ്ബിനോട് ഒരു ദിവസം തേടാ, റബ്ബെ ജിന്നെ ഒഴിവാക്കരുത്. ഞാനും മാത്രം അറിയുന്നൊരു നന്മ ചെയ്തിട്ടുണ്ട്, വേറൊരാളത് അറിയില്ല. പെണ്ണുങ്ങളും അറിയില്ല. പെണ്ണുങ്ങളോട് എന്ത് പറയാം? മുതലാളി എന്നതാ, മുതലാളി ആരാ? മറ്റോന്. പെണ്ണുങ്ങളും പിന്നെ ആരോടും പറഞ്ഞില്ല, അത് പറഞ്ഞോടുന്നില്ല. ചിലപ്പോൾ പെണ്ണുങ്ങൾ ചിലപ്പോൾ അയൽവാസി പെണ്ണിനോട് പറയും, ഞാൻ ഈ കാക്കാൻ്റെ മുതലാളി തരുന്ന പൈസ കൊണ്ടാണ് നമ്മളെ പള്ളി ഒതുക്കി പണിത്. അപ്പോൾ ഓൾ ഇങ്ങോട്ട് പറയും, അതൊക്കെ ഇപ്പം ഇത്ര പറയാണ്ടോ, എൻ്റെ കാക്ക അങ്ങനെ പൈസ 3-4 പള്ളി കയറ്റി. അഞ്ഞതാരോട് പറയില്ല. എൻ്റെ കാക്ക ഓരോ വരവിനും പൈസ ഉണ്ടാക്കി കൊടുക്കും, ഓരോ പള്ളി കയറ്റി. എൻ്റെ ഇപ്പം നടാർ തുടങ്ങനല്ലേ ഉള്ളൂ. അപ്പോൾ വഷളാവും ചെയ്തു. ഇത് കാക്കാൻ്റെ പൈസയാണ്, മാലിക്കൊടുത്ത അങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ? മാലിനെ പുറത്താക്കും, ചീത്ത പറയും. ഓൻ്റെ അറബി കൊടുത്ത പൈസക്ക് ഇനിയിപ്പോൾ ഓന് കുമ്പിട്ട് എടുക്കാനുള്ളത്. ഓൻ്റെ അറബി കൊടുത്ത പൈസ അല്ല, ഓൻ്റെ അറബി അറിഞ്ഞ അല്ലയാ. അറബി അറിയുന്നൊക്കെ അറബിയല്ലേ? അറബി അറിയുന്നവൻ അല്ലത് അറബിയ അറബിയും അറബി ഭാഷ അറിഞ്ഞാലൊക്കെ അറബിയാണ്. അപ്പൊ അള്ളാഹ് അറബിയാണ്, മലയാളിയാണ്, ഒക്കെയാണ്. അങ്ങനെ പറഞ്ഞാടാ, മനസ്സിലായില്ലേ? അത് വെച്ചിട്ട് അള്ളാഹിനോട് പറയാം. അത് വെച്ചാൽ അള്ളാഹ് തരോട് പറയും. പെണ്ണുങ്ങളോട് പറഞ്ഞ അന്ന് പൊളിഞ്ഞ് പെണ്ണുങ്ങൾ പറയേ ചെയ്യരുത്. ഇനി ഒരു ദിവസം ജനങ്ങൾ പറയും, ആ കുഞ്ഞാമരെ ആ ബളവൊക്കെ നിർത്തിക്കാളാ, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞിട്ട് പറയും അതൊക്കെ നിർത്തിക്കാളാ, നിങ്ങളെ പൈസ നമുക്കറിയാം. അപ്പൊ ഒന്നും പറഞ്ഞൊന്നുമില്ല, ഉള്ളിൽ ചിരിച്ച്. ഈ അമലിനെ കുറിച്ച് ജനങ്ങൾ പറയുമ്പോൾ അവൻ സന്തോഷിക്കും. അത് കുറ്റാണോ? കുറ്റമല്ല. അത് അള്ളാഹു ദുനിയാവിൽ കൊടുത്ത സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിന്റെ നാവുകൊണ്ട് ഒരാളറിയും. ഈ കോളനിയിൽ കിണറുത്തി കൊടുത്തോ? അറബി എന്നതാണ്. അറബിയല്ലേ? നമ്മൾ മലയാളി എന്നതാണ്. മലയാളി ആരാ? ഇനി മലയാളിൻ്റെ ഒരു പൈസ ഉണ്ട്, നിങ്ങൾ കോളനിയിൽ സ്ഥലം കളിച്ചിട്ടാണെങ്കിൽ ഞാൻ ആ പൈസ കൊണ്ട് നമുക്ക് മലയാളിനോട് പറഞ്ഞിട്ട് കിണറുത്തായി ആയിക്കോട്ടെ, സ്ഥലം ഞങ്ങൾ തരാം, മലയാളിനോട് പറയാം. അപ്പോൾ കിണർ കുത്തി, പിന്നെ സ്ഥലം കണ്ട് 2 വട്ടം എൻ്റെ അടുത്താണ്. ഓ ആയിക്കോട്ടെ, കിണറുത്തി. എൻ്റെ മലയാളിൻ്റെ പൈസ. മലയാളി നിനക്ക് റബ്ബിനോട് പറയാം, സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് ഒരൊറ്റ വാക്ക് പറയാം, റബ്ബേ ഈശോ ഞാനും പറയുന്ന മാത്രം അറിയുന്ന ഒരു നന്മണ്ട എൻ്റെ പെണ്ണുങ്ങളോട് അറിയാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി എൻ്റെ കുട്ടികളെ പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തുക, അവിടെ ഒന്ന് രക്ഷപ്പെടുത്തും. കാരണം ഇത് റബ്ബിന് മാത്രമുള്ളതാ, ഇതിൽ വേറൊരാളും ഇല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ അങ്ങനെ ചെയ്താൽ എന്താ ചെയ്തൂടെ? ചെയ്തൂടെ? ചെയ്യാൻ കഴിയും. 1ാം ക്ലാസ് ആയില്ലേ? 288ാമത്തെ ക്ലാസ്. 1ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ഇനി 2ലേക്ക് കയറിക്കൂടെ? ഇത് 2ാം ക്ലാസ്സായി പറയുന്നത്. 1 കഴിഞ്ഞു, ഇനി 2ാം ക്ലാസ്സാണ്. നമ്മൾ മൊത്തം ആരും അറിയണ്ട, ഒരു നന്മ ഒരാളും അറിയണ്ട, ആരും അറിയണ്ട. ഒരു ഹദീസിന് അർത്ഥം പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഹദീസിന് അർത്ഥം പറഞ്ഞുതരാം. എന്താണ് ഹബീബ നബി പറയുന്നത്? ഹബീബാൻ യാ സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഹബീബായ നബി പറഞ്ഞു, ഇമാം തുർമദി തങ്ങൾ തന്നെ നവാദിറുൽ ഉസൂലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ടർ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുസ്തഫ റസൂലുള്ളാഹിയുടെ 10 കൊല്ലത്തെ ഖാതിമായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേറിയിരിക്കുക ലേശം കേറിയിരിക്കുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
ഒന്ന് ഉറക്കെ ഒന്ന് കൽബുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫി ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله.